നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 3 വയസ്സുകാരൻ മാലിന്യക്കുഴിയിൽ വീണ് മരിച്ച സംഭവത്തിൽ സിയാലിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പോലീസ്. മാലിന്യക്കുഴിയുടെ കരാർ ചുമതലയുള്ളവരെ മാത്രം പ്രതിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. കഴിഞ്ഞ മാസം 7-നാണ് രാജസ്ഥാൻ ദമ്പതികളുടെ മകൻ റിത്താൻ മരിച്ചത്. കേരളത്തിൽ വിനോദസഞ്ചാരത്തിനെത്തിയ രാജസ്ഥാൻ ദമ്പതികളുടെ 3 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കുട്ടിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്തുവെച്ചുണ്ടായ അപകട മരണത്തിൽ സംസ്ഥാനം ഒന്നാകെ നാണിച്ച് തല താഴ്ത്തേണ്ടതുണ്ട്. വിനോദയാത്രയ്ക്കായി മാതാപിതാക്കളോടൊപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ 3 വയസ്സുകാരൻ വിമാനത്താവളത്തിന് മുന്നിലെ മാലിന്യക്കുഴിയിൽ വീണു മരിച്ച സംഭവത്തിലാണ് നെടുമ്പാശ്ശേരി പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുന്നത്. കഴിഞ്ഞ മാസം 7-നാണ് രാജസ്ഥാൻ ദമ്പതികളുടെ മകൻ റിതാൻ മാലിന്യക്കുഴിയിൽ വീണു മരിച്ചത്. സംഭവത്തിൽ സിയാലിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായതായും പരാതി ഉയർന്നിരുന്നു. ഈ വിഷയം ഉൾപ്പെടെ പരിഗണിച്ചാവും കുറ്റപത്രം സമർപ്പിക്കുക എന്നാണ് പോലീസ് അന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് മാലിന്യക്കുഴിയുടെ നിർമ്മാണം നടത്തിയ കരാറുകാരെ മാത്രം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. സംഭവത്തിൽ സിയാലിനുണ്ടായ വീഴ്ച മറച്ചുവെച്ച് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള ശ്രമം നടന്നതായാണ് ആരോപണം. അതേസമയം സിയാലിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് പോലീസും പറയുന്നു. തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് സിയാൽ തടിയൂരുമ്പോഴും ഈ കുഞ്ഞിന്റെ മരണത്തിൽ ഉത്തരവാദിത്വം പറയുവാൻ എല്ലാ മലയാളികളും ബാധ്യസ്ഥരാണ്. ക്യാമറമാൻ സന്തോഷ് ചേകവർക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.